വേനൽ തുമ്പികൾ സമ്മർ ക്യാമ്പിന് ഷാർജയിൽ സമാപനം. മാസിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 2 ആഴ്ചക്കാലമാണ് ക്യാമ്പ് നീണ്ടുനിന്നത്. വേനലവധിയിൽ കുട്ടികളെ കലയുടെയും സാഹിത്യത്തിന്റെയും ലോകത്തെ കൈപിടിച്ചുയർത്തിയാണ് വ്യത്യസ്തമായ ക്യാമ്പിന് സമാപനമായത്. 2 ആഴ്ച നീണ്ടുനിന്ന ക്യാമ്പിൽ 32 കുട്ടികളാണ് ഭാഗമായത്. വേനലവധിക്കാലത്ത് പല കാരണങ്ങളാൽ നാട്ടിൽ പോകാൻ സാധിക്കാതെ വരുന്ന കുട്ടികൾക്ക് മാനസിക ഉല്ലാസം പകരാനും അവധി ദിനങ്ങളിൽ കൂട്ടുകാരോടൊപ്പം സമയം ചെലവിടാനും അവസരമൊരുക്കുകയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് മാസ് അധികൃതർ പറഞ്ഞു. ഈ നാട്ടിൽ പോകാൻ കഴിയാത്ത കുട്ടികളെ പരിഗണിക്കുക, അവരുടെ ഈ ഫ്ളാറ്റുകളിൽ അടഞ്ഞു വെക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു മോചനം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ വേനൽ തുമ്പികൾ ക്യാമ്പിലൂടെ മാസ് എന്ന സംഘടന ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് വലിയ രീതിയിലുള്ള പിന്തുണ ചന്ദ്രമാഷ് അടക്കമുള്ള ആളുകളിൽ നിന്ന് മാസിന് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നാട്ടിലെ കുട്ടികളുടെ അനേകം ക്യാമ്പുകൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെങ്കിലും പ്രവാസ ലോകത്തെ കുട്ടികളെ പരിചയപ്പെടാനും അവരുടെ വൈവിധ്യമാർന്ന കലാഭിരുചികൾ തിരിച്ചറിയാനുമുള്ള തന്റെ ആദ്യ അവസരമാണിതെന്നും താൻ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രതികരണമാണ് കുട്ടികളിൽ നിന്ന് ലഭിച്ചതെന്നും ക്യാമ്പിന് നേതൃത്വം നൽകിയ OP ചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. ഞാനൊരു സ്വകാര്യ സന്ദർശനത്തിലൂടെ വന്നതാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. പക്ഷെ എനിക്ക് വരുമ്പോൾ ഭയങ്കര ആശങ്കയുണ്ടായിരുന്നു. ഇവിടുത്തെ കുട്ടികൾ നമ്മുടെ ഭാഷ എങ്ങനെയാണ് സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു ഇവിടെ വന്നപ്പോഴാണ് മാസത്തിലെ പ്രവർത്തകർ ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത്. കുട്ടികൾക്കൊരു പരിപാടി ചെയ്യണം, 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വളരെ വെല്ലുവിളികളാണ് ഏറ്റെടുത്തത്. കാരണം എനിക്ക് കുട്ടികളുടെ ഭാഷയും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ കുട്ടികളൊക്കെ നമ്മുടെ നാട്ടിനേക്കാൾ നന്നായി ക്യാച്ച് ചെയ്യുന്ന കുട്ടികളാണ്. 30 കുട്ടികൾ, ഒരു 3 സംഗീത ശില്പങ്ങളും 2 സ്കിറ്റുകളും ചെയ്തിട്ടുണ്ട്. അത് ചെറിയ സമയത്തിനുള്ളിൽ നല്ല കാലിബറുള്ള കൂട്ടുകാരാണ് ഇവിടെ മാസിൻ്റെ ബാലവേദി കൂട്ടുകാർ എന്ന് തന്നെയാണ് എൻ്റെ നല്ല അഭിപ്രായം. ചെറിയ സമയത്തിനുള്ളിൽ, കാരണം വൈകുന്നേരങ്ങളിലുണ്ട് 2 മണിക്കൂർ, എല്ലാ ദിവസവും 2 മണിക്കൂർ സമയമാണ് നമ്മൾ കിട്ടുന്നത്. ആ സമയത്തിനുള്ളിൽ അവർ പഠിച്ചെടുത്തു എന്നുള്ളതാണ്. അതിൻ്റെ അവതരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്തായാലും എനിക്ക് ഇവിടെ വന്നപ്പോൾ ഈ ഒരു ഇത് കിട്ടിയത് എന്തായാലും ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഈ കുട്ടികളുമായിട്ടൊന്ന് സംവദിക്കാനുള്ള ഇത് കിട്ടിയത്. 2 ആഴ്ചക്കാലത്തെ പരിശീലനത്തിലൂടെ നൃത്ത സംഗീത ശില്പവും സ്കിറ്റുകളും കുട്ടികൾ അവതരിപ്പിച്ചു. വേനൽ തുമ്പിയിലൂടെ ലഭിച്ചത് പറഞ്ഞറിയിക്കാനാകാത്ത അനുഭവമാണെന്ന് കുട്ടികളും പറഞ്ഞു. നമ്മൾ മാസിന്റെ ബാലവേദി എല്ലാ വർഷവും ക്യാമ്പ് നടത്താറുണ്ട്. വിന്റർ ക്യാമ്പ്, സമ്മർ ക്യാമ്പ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ വർഷത്തെ ക്യാമ്പ് കുറച്ച് വ്യത്യസ്തമാണ്. വേനൽ തുമ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാഷ് നമുക്ക് പരിശീലനം നമ്മുടെ കുട്ടികൾക്ക് നല്ല കലാകാരന്മാർ, നമ്മൾ കൊച്ചു കലാകാരന്മാർക്ക് കുറേ പരിശീലനം നൽകി. ഇത്രയും ചുരുങ്ങിയ സമയത്തിൽ മാഷ് ഇവിടെ എത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ പരിപാടി ഒരുക്കുകയും നമ്മൾ കുട്ടികൾക്ക് ഒരു അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. നമ്മുടെ പ്രവാസികളായ മക്കൾക്ക് ഇങ്ങനൊരു അവസരം കിട്ടാന്നൊരു ഭാഗ്യമാണ്. സാറിനെ പോലെ ഒരു മാഷിനെ ഇങ്ങനെ ഒരു പരിശീലനം കിട്ടാന്നുള്ളത്. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.